പ്രധാനമന്ത്രി അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? അതൊക്കെ അതിൻ്റെ സമയത്ത് തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ. രാഷ്ട്രീയ തീരുമാനങ്ങളാണ്. അത് വെച്ച് പ്രചരണം നടത്തുന്നതിൽ അർത്ഥമില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് 2 സീറ്റിൽ മത്സരിക്കാം, ഏതെങ്കിലും ഒന്ന് നിലനിർത്താം. അതൊക്കെ സാധാരണ സംഭവം, എല്ലാവരും ചെയ്യുന്നത് തന്നെ. പൊളിറ്റിക്കൽ ലീഡേഴ്സ് അങ്ങനെ മത്സരിക്കാറുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഇപ്പോൾ റായ്ബറേലിയിലെ മത്സരം ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ വൻതോതിൽ വർദ്ധിപ്പിക്കും. ഇപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും BJPക്ക് കാര്യങ്ങൾ എളുപ്പമല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഫേസിൽ ധാരാളം സീറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ നഷ്ടപ്പെടും എന്നവർ സമ്മതിക്കുന്നുണ്ട്. സെക്കൻഡ് ഫേസിലും ഇത് തുടരുന്നു. ഇനി അങ്ങോട്ടുള്ളത് അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മാന്ത്രിക എണ്ണം, ഭൂരിപക്ഷത്തിനുള്ള എണ്ണം അത് തികക്കില്ല എന്നുള്ള സംശയം BJPക്ക് നല്ല പോലെ ഉണ്ട്. അതുകൊണ്ടാണ് പ്രസംഗമൊക്കെ ഇത്ര കടുക്കുന്നത്. ഒരു പല ഫേസായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അതാതിൻ്റെ ഫേസിലല്ലേ എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. BJPയും അതുപോലെ തന്നെ കോൺഗ്രസ്സൊക്കെ വലിയ പാർട്ടികളല്ലേ, അവർക്ക് ഒരുപാട് സ്ഥാനാർത്ഥികളില്ലേ. അതിനെക്കുറിച്ച് ഇടതുപക്ഷം അങ്ങനെ അഭിപ്രായം പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതാതിൻ്റെ സമയത്ത് ആ തീരുമാനങ്ങൾ എടുക്കുന്നു. അതേത് രീതിയിൽ എടുക്കണം എന്നുള്ളതിപ്പോൾ അതിന് വലിയൊരു സ്വീകാര്യത വരുത്തിക്കൊണ്ടാണ് ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണത്. വളരെ ജനാധിപത്യപരമായി കോൺഗ്രസ് തീരുമാനം എടുത്തു കഴിഞ്ഞല്ലോ. പിന്നെ അത് പ്രചരണമാക്കാൻ മാത്രമില്ല, അത് ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കലാണ്. അതിനെ ഇടതുപക്ഷം സ്വാഗതം ചെയ്യാണ് വേണ്ടത്. അവർക്കും വേണ്ടത് ഇന്ത്യ മുന്നണിയുടെ സാധ്യത കൂടുകയല്ലേ, അല്ലാതെ BJP അധികാരത്തിൽ വരലല്ലോ.